ഹായ്. അപ്പം നമുക്ക് ഇന്ന് ഒന്ന് അമ്പലത്തിൽ പോവാം. നിങ്ങൾ മുമ്പ് വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ട്. ആ അമ്പലത്തിൽ നമുക്ക് രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. എല്ലാവർക്കും പുളിയിഞ്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും സ്വാഗതം. ഈ വഴി നമ്മൾ നടന്ന് നമ്മുടെ അമ്പലത്തിലേക്ക് പോവും. മഴ പെയ്ത് ചെറുതായിട്ടൊന്ന് നനഞ്ഞ റോഡ്. കുറച്ച് വർഷം മുന്നേ നമ്മുടെ കണിയിന്ന് സോമേശ്വരം ക്ഷേത്രത്തിൻ്റെ ഫസ്റ്റ് വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തത് ഞാനായിരുന്നു. അതുപോലെ തന്നെ അമ്പലത്തിനെ കുറിച്ചുള്ള ആദ്യത്തെ ഡിവോഷണൽ സോങ്, അതായത് സോമേശ്വരത്തപ്പനെ കുറിച്ചുള്ള ഫസ്റ്റ് ഡിവോഷണൽ സോങ്ങും ഞാനാ ചെയ്തിട്ടുണ്ടായിരുന്നു. മ്യൂസിക്കും ലിറിക്സൊക്കെ കൊടുത്ത് അതും ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണണം പോയിട്ട്. ഞാൻ ഈ വീഡിയോയിലും ഒരു പാട്ട് ഞാൻ ചേർക്കുന്നുണ്ട് നമ്മുടെ സോമേശ്വര അമ്പലത്തെ പറ്റിയിട്ടുള്ള. ഈ പടികൾ കയറി നമ്മൾ അമ്പലത്തിലോട്ട് പോവാണ്. ചെറിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പടികൾ കയറിയിട്ട് അമ്പലത്തിലേക്ക് പോവാം, പടികൾ ഇറങ്ങിയിട്ട് അമ്പലത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ചെറിയൊരു ഇളം വെയിലടിച്ച് നല്ലൊരു ഭംഗിയുണ്ട്. നല്ലൊരു മൊബൈൽ ക്യാമറയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടും. ഇത് നമ്മുടെ വഴിപാട് കൗണ്ടർ. ഇവിടെ നമ്മൾ വഴിപാടിന് റെസീറ്റൊക്കെ മുറിച്ച് അതിന് ശേഷം നമ്മൾ തിരിച്ച് അമ്പലത്തിൻ്റെ അങ്ങോട്ട് നടക്കും. നമുക്ക് ആദ്യം നടന്നിട്ട് ഒന്ന് കുളത്തിലേക്ക് പോവാം. കുളത്തിൽ പോയി കാലിലും കഴുകിയിട്ട് ഇങ്ങ് വരാം. ഞാൻ മുന്നേ ചെയ്ത അമ്പലത്തിൻ്റെ വീഡിയോസിലൊക്കെ കൂടുതലും കുളം കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കുളത്തിൻ്റെ ഭംഗി കൂടുന്നത് മഴ പെയ്ത് കഴിയുമ്പോൾ ഒരു ഫുള്ള് നീല കളറാവാനുണ്ട്. വെള്ളം നിറഞ്ഞ് നല്ല ക്ലീൻ വെള്ളമായി നല്ല നീല കളറാവാനുണ്ട്. ആ സമയം എടുക്കണം. ഇപ്പോൾ എന്തായാലും മഴ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ആ കളറങ്ങനെ വന്നിട്ടില്ല. എന്തായാലും ഭംഗി അന്നും ഇന്നും ഭംഗിയുണ്ടെങ്കിലും ഒന്ന് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി വർദ്ധിക്കും. കുളത്തുനിന്ന് ഒന്ന് കാലെല്ലാം കഴുകിയിട്ട് ഈ പതിയെ പടികൾ കയറി അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് നടക്കുകയാണ്. ഈ സമയത്ത് അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ആകുമ്പോൾ ആൾക്കാർ കുളിക്കാനൊക്കെ വരും. അപ്പോൾ ഒരു രസമാണ് വൈകിട്ടൊക്കെ. ഈ മുന്നിൽ കാണുന്നത് നടരാജ മണ്ഡപം. ഇവിടെയാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഒരുവിധം എല്ലാ പരിപാടികളും ഉണ്ടാവുക. ഭജനയൊക്കെ ഇവിടെയാണ് ഉണ്ടാവാറ്. പണ്ട് ഇവിടെ ആയിരുന്നില്ല, ഇപ്പോൾ ഇവിടെയാണ്, ഈ ഒരു പുതിയ സ്റ്റേജിലാണ് എല്ലാ പരിപാടിയും ഉണ്ടാവാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് സ്റ്റെപ്പ് ഇറങ്ങി. ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് അമ്പലത്തിലോട്ട് വരുന്നത്. പിന്നെ കൂടുതലും എന്താ പറയുക, കല്യാണത്തിൻ്റെ പ്രീ വെഡ്ഡിങ് ഷൂട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കൂടുതലും ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ നടന്നും വരുന്നൊക്കെയുള്ള വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. ആ ഒരു നല്ലൊരു, നേരത്തെ പറഞ്ഞു, നല്ലൊരു DSLR ക്യാമറയിലൊക്കെ വരുമ്പോൾ ഒരു ഭംഗി കൂടുന്നുണ്ട് തീർച്ചയായിട്ടും. ഇനി എന്തായാലും നമുക്കൊരു ചെറിയ ഭക്തിഗാനത്തിലേക്ക് പോവാം. നമ്മുടെ സോമേശ്വരത്തപ്പൻ്റെ പുതിയ ഭക്തിഗാനം. കുന്നിലമരുന്ന കൈലാസനാഥ, കണിക്കുന്നിലമരുന്ന കൈലാസനാഥ, നിൻ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നു ഞങ്ങൾ. നിറമാല വഴിപാടിൽ നിൻ ക്ഷേത്രനടയും നിരദീപ ശോഭയിൽ തെളിയുന്നുവെന്നും. നിറമാല വഴിപാടിൽ നിൻ ക്ഷേത്രനടയും തിരുമുറ്റവും ഭജനാമൃതം നിറയും ക്ഷേത്ര കൊട്ടാരവും ശതസോമനാൽ പ്രതിഷ്ഠ നടത്തിയ നിൻ സുന്ദര രൂപം മനസ്സിൽ തെളിയും. രാജരാജേശ്വരനെ വണങ്ങി മടങ്ങുന്ന നേരം കണി കാണും കുന്നിലമാരും
കൈലാസനാഥ സോമേശ്വരത്തപ്പ ശരണം ശരണം. അമ്പലത്തിൽ ഗണപതിയപ്പൻ്റെ പ്രധാന വഴിപാടായ മൂടിയപ്പത്തിന് ശേഷം ഉച്ചയ്ക്കുള്ള അന്നദാനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നദാനത്തിന് ശേഷം പതിയെ എല്ലാവരും തിരിച്ച് വീടുകളിലേക്ക് പോവും. അപ്പം ഞാനും ഇറങ്ങാണ്. പുതിയ വീഡിയോയും കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ ശരി, ബൈ. സോമേശ്വരം വാഴുന്ന ശിവപെരുമാളെ, നീ വിളക്കർപ്പിച്ചു തൊഴുന്നു ഞാനും. സോമേശ്വരം വാഴുന്ന ശിവപെരുമാളെ, നീ വിളക്കർപ്പിച്ചു തൊഴുന്നു ഞാനും.